എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പച്ച തക്കാളി വെച്ചിട്ടുള്ളൊരു പച്ചടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളം എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനൊരു 6 മീഡിയം സൈസ് തക്കാളി പച്ച, പിന്നെ ഒരു 7-8 പച്ചമുളക്, അരമുറി നാളികേരം, 200 മില്ലി തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്, അധികം പുളിയില്ലാത്തത്. ഇനി ആ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇടുക. കൂടെ 1/2 സ്പൂൺ ജീരകം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. പച്ചടി ഉണ്ടാക്കാത്തവരാരുമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ നാളികേരം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാനൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ച തക്കാളി ആയതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ആ എണ്ണയിൽ ഒന്ന് വാടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉലുവ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. ഉലുവ കൂടി ചേർത്താൽ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും തൈര് ചേർത്ത കറിക്ക്. അപ്പോൾ ഇനി അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരുവിധം ഇതാ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അതൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. പച്ചത്തക്കാളി ആയതുകൊണ്ട് തന്നെ അല്പം വേവുണ്ടാവുമല്ലോ. അപ്പോഴേക്ക് നമ്മളൊരു 1/2 സ്പൂൺ കടുക് ഒന്ന് ക്രഷ് ചെയ്ത് വരാം. അപ്പോൾ ഇതേ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ കടുക് ക്രഷ് ചെയ്ത് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി നമ്മളതൊന്ന് അടച്ചു വയ്ക്കാം. വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് നല്ല ഇഷ്ടമാവും, തീർച്ചയാണ്. 3 മിനിറ്റ് കൂടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് നല്ലതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത തൈരാണ്. മിക്സിയിലോ സ്പൂൺ കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത കൂടെ തന്നെ നമ്മൾ അരച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ജാറ് കഴിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പച്ചടി എന്ന് പറയുമ്പോൾ അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ, ഒരു വിധം ടൈറ്റ് അല്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പോരാത്ത ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 5-8 പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ നല്ല എരിവും ആ തക്കാളിയുടെ പുളിയും തൈരിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യണേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു കണ്ടീഷനായിട്ടുള്ള നമ്മുടെ പച്ചത്തക്കാളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ കയ്യിലേക്ക് ഒരു നല്ലൊരു വറവിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുന്ന സമയത്ത് 1/2 സ്പൂൺ കടുക്, ഒരു 4 വറ്റൽമുളക് പൊടിയായി കട്ട് ചെയ്തതും ആ കരിവേപ്പില 2 തണ്ടും കൂടി ഇട്ടിട്ട് നേരെ നമ്മൾ അതിലേക്ക് വറുത്തിടാം. വറുത്തിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മളത് അടച്ച് വെക്കണം. എന്നാൽ ആ കറി ഒന്ന് കുറുകി സെറ്റായി വരുള്ളൂ. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ അടിപൊളി പച്ചത്തക്കാളിയുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലത്ത് കിച്ചടി എന്ന് പറയും. ഞാനത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ആ പച്ചടി ഞാൻ അതിൻ്റെ ചോറിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ കറിയൊന്നും എനിക്കിന്ന് ഒഴിച്ച് കറി വേണ്ട. പിന്നെ കൂടെ തന്നെ വാഴക്കൂമ്പ് തോരനുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.